സമരം ചെയ്യുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ ആവശ്യത്തിൽ ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലും അനുകൂല തീരുമാനമാകില്ല. ജനകീയ സർക്കാരെന്നും സ്ത്രീപക്ഷ സർക്കാരെന്നുമുള്ള അവകാശവാദങ്ങൾ പൊള്ളയായിരുന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ തുറന്നടിച്ചു. നിയമന കാലാവധി അവസാനിക്കുന്ന 19-ാം തീയതി വരെ സമരം ചെയ്ത് പ്രതിഷേധിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ ജനം ടിവിയോട് പറഞ്ഞു. ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും നിയമനം കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം, റാങ്ക് ലിസ്റ്റിലുള്ള സാധാരണ നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നിയമനം കിട്ടൂവെന്ന്. അത് കഴിഞ്ഞ് ധാരാളം പേർ നിയമനം കിട്ടാത്തവരായിട്ടുണ്ടാവും. അപ്പോൾ അവർ അതൃപ്തി രേഖപ്പെടുത്തുകയും നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരു സർക്കാരിനും നിയമിക്കാൻ കഴിയില്ല. കാരണം ഒഴിവുള്ള സ്ഥാനത്തെ നിയമിക്കാൻ പറ്റും. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ ആകെയുണ്ടായിരുന്ന പ്രതീക്ഷ ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗമായിരുന്നു. അതും അസ്തമിച്ചതോടെ ഉദ്യോഗാർത്ഥികളുടെ ജീവിതം തന്നെ തുലാസിലായി. സർക്കാർ പരിഗണിക്കാത്തതിൽ സങ്കടമുണ്ടെങ്കിലും അവസാന നിമിഷം വരെ പോരാടാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഒഴിവില്ല എന്ന് സർക്കാർ പറയുമ്പോഴും ഞങ്ങൾക്ക് RTI വെച്ചിട്ട് കിട്ടിയ 570 ഒഴിവ് എവിടുന്നാണ് എന്നുള്ളതിന്റെ ഒരു കണക്കെങ്കിലും ഞങ്ങൾക്ക് തരണം. ആ ഒഴിവ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് സമരം ചെയ്യുന്നത്. ഇല്ലാത്ത ഒഴിവ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ജനകീയ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാരിൽ നിന്നേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നലെ ഉണ്ടായതെന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതികരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറഞ്ഞത് അർഹത ഉള്ളവർക്ക് മാത്രമേ നിയമനം ലഭിക്കൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് ഈ അർഹത എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ അർഹതയുള്ള കുറച്ച് പേരുടെ ലിസ്റ്റ് മാത്രം ഇട്ടാൽ മതിയല്ലോ. ഞങ്ങളെപ്പോലെ അർഹതയില്ലാത്ത ലിസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. ജനകീയ സർക്കാരാണ്, സ്ത്രീപക്ഷ സർക്കാരാണ് എന്നൊക്കെയുള്ള ഭയങ്കരമായ അത് പ്രതീക്ഷയല്ല, അമിത പ്രതീക്ഷയായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നത്. സേനയിൽ രൂപീകരിച്ച പോക്സോ വിങ്ങിലേക്ക് കഴിഞ്ഞയാഴ്ച സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ 2 പേർക്ക് നിയമനം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റിൽ ബാക്കിയുള്ളവർക്കും നിയമനം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇതാണ് ഇന്നലത്തോടെ അസ്തമിച്ചത്. ക്യാബിനറ്റിൽ ചർച്ചയായില്ലെങ്കിലും മനസ്സുവെച്ചാൽ സർക്കാരിന് 1 മണിക്കൂറിനുള്ളിൽ സാധിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഉദ്യോഗാർത്ഥികൾ വിശ്വസിക്കുന്നത്. ജനം, തിരുവനന്തപുരം.